ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു 4 വയസ്സുള്ള കുട്ടിയുടെ മെഷർമെൻറ്റ് ഒരു ഫ്രോക്കാണ് കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാനിപ്പോൾ മെറ്റീരിയൽ ഒരു പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ 2 പീസ് ഇപ്പോൾ എടുക്കുന്നില്ല. ബാക്കിലേക്ക് വേറെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് പീസ് മാത്രം ഇതുപോലെ ഒന്നിങ്ങനെ മടക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ ഞാനിവിടെ എടുക്കുന്നത് 4.5 ഇഞ്ചാണ് കേട്ടോ. 4.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിൽ നമ്മൾ 2 ഇഞ്ചാണ് നമുക്ക് കഴുത്തകലം വരുന്നത്. അപ്പോൾ ഷോൾഡർ 4.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. പിന്നെ അവിടെ നിന്ന് താഴത്തേക്ക് കൈക്കുഴി നമ്മൾ 4 ഇഞ്ച്, 4 വയസ്സുള്ള കുട്ടിയല്ലേ, അപ്പോൾ 4 ഇഞ്ച് തന്നെ നമുക്ക് മതിയാവും. അപ്പോൾ 4 ഇഞ്ച് മാർക്ക് ചെയ്തു. ചെസ്റ്റ് അളവ് 6.5 കേട്ടോ. 6.5 ചെസ്റ്റ് അളവ് എടുക്കുന്നത്. തയ്യൽ തുമ്പ് 2 ഇഞ്ച് കൂട്ടിക്കൊടുക്കാം, അല്ലെങ്കിൽ 1.5 ഇഞ്ച് കൂട്ടിക്കൊടുത്താലും പ്രശ്നമില്ല. ഞാനിവിടെ 2 ഇഞ്ച് തന്നെ കൂട്ടിക്കൊടുക്കുന്നുണ്ട്. കൈക്കുഴിയും കൂടി ഞാൻ കുഴിച്ച് വരച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മുകൾ വശത്തിൻ്റെ ലെങ്ത്ത് വേണ്ടത് നമുക്ക് 9 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 1 ഇഞ്ച് തയ്യൽ തുമ്പ്, 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിക്കൊടുക്കണം. അവിടുത്തെ നമ്മൾ വീതി എടുക്കുന്നത് 6 ഇഞ്ചാണ് കേട്ടോ. 6 ഇഞ്ചും പിന്നെ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് 2 ഇഞ്ചും കൂടി നമുക്ക് കൂട്ടിക്കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് വരച്ച് കൊടുത്തിട്ട് ഇതൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ബാക്ക് വശത്തേക്കാണ്. അപ്പോൾ ഒരു 1/2 ഇഞ്ച്, അതായത് ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ, അല്ലെങ്കിൽ ഒരു 3/4 ഇഞ്ച് ആയാലും പ്രശ്നം, ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. നമുക്ക് സിബ് ബാക്ക് വശത്ത് വെച്ച് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 3/4 ഇഞ്ചോ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ബാക്കിയൊക്കെ നമുക്ക് ഇതേ അളവിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ആദ്യം തന്നെ ലൈനിങ് നല്ല തുണി നമുക്ക് അടിക്കുമ്പോൾ കറക്റ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ കൂടി നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. ഈ ഫൂട്ട് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനത്തെ ഹാൻഡ് വർക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ മെഷീനിൽ ഈ ഒരു ഫൂട്ടൊക്കെ 1 സൈഡ് ഫൂട്ട് ഷോപ്പിലൊക്കെ കിട്ടും. അത് വാങ്ങിയിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. കാണാത്തവർ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കിയാൽ മതി കേട്ടോ. നമുക്ക് ഈ വർക്ക് വരുന്നില്ല, നമുക്ക് ബാക്ക് വശത്ത് ഇപ്പോൾ ഞാനൊരു ലൈനിങ്ങിൻ്റെ കൂടെ ചേർന്നിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള ഇത് വെച്ചിട്ട് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ അറ്റത്തെ, അതായത് ഇതോട് ചേർന്ന് വരുന്ന രീതിക്ക് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കാവാണെങ്കിൽ എന്താ വെച്ചാൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ, ഇതുപോലെ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാവും. അതിന് ശേഷം വേണം നമ്മൾ ആ ബാലൻസ് എടുത്ത് ഒന്ന് കട്ട് ചെയ്ത് കളയാം. വേണമെങ്കിൽ 2 സ്റ്റിച്ച് കൊടുക്കുന്നതിന് നമുക്ക് 2 സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. ഒരു സ്റ്റിച്ചെങ്കിൽ ഒരു സ്റ്റിച്ച്, ഞാൻ സാധാരണ 2 സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ. ഇനി നമുക്കിത് ഈ ഒരു സൈഡ് കൈക്കുഴി നമുക്ക് അതുപോലെ അയച്ചു കൊടുക്കാം. ഞാൻ ഈ ഫൂട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നില്ല, കാരണം ഇവിടെയൊക്കെ സ്റ്റോണും കാര്യങ്ങളൊക്കെ വെച്ചത് കൊണ്ട് അത് ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പം ഇതുപോലെ തന്നെ നമുക്ക് കൈക്കുഴി ഒന്ന് അടിച്ചെടുക്കാം. നിങ്ങൾക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഞാൻ സാധാരണ എല്ലാത്തിനും 2 സ്റ്റിച്ച് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ എല്ലാത്തിനും 2 സ്റ്റിച്ച് വീതം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് ഭാഗത്ത് വരുന്ന കൈ ഒന്ന് അടിച്ചെടുക്കാം. കയ്യിൽ ഇതുപോലെ തന്നെ നമ്മൾ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, മറിച്ചിട്ട് തരാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ കിട്ടിയിട്ടുണ്ടാകുന്ന മനസ്സിലാവും. ഇതേപോലെ തന്നെയാണ് നമ്മൾ ബാക്ക് വശം അടിക്കേണ്ടത്. ബാക്ക് വശം നമ്മൾ സിബും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ സിബ് വെച്ച് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ ഷോൾഡറും കാര്യങ്ങളൊക്കെ ജോയിൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് ഫ്രണ്ട് വശം കിട്ടുന്നത് കേട്ടോ. നമുക്കിത് സാധാരണ നേരത്തെ മറിച്ചിട്ടില്ല, അതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. നമുക്ക് ബാക്ക് കഴുത്ത് കട്ട് ചെയ്യാം. ബാക്ക് കഴുത്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴുത്തിൻ്റെ അകലം നമ്മൾ സാധാരണ 2 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 2 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കഴുത്തിൻ്റെ ഇറക്കം ഞാൻ ബാക്ക് വശത്തേക്ക് കുറച്ച് ഒരു 4 ഇഞ്ച് ഇറക്കം വെക്കുന്നുണ്ട് കേട്ടോ.
ഇത് അവിടെ നമുക്ക് 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്കിതൊരു ബോക്സ് ആക്കിയിട്ട് വരക്കാം. ഞാൻ ബാക്ക് വശത്ത് ഒരു വീനക്ക് പോലെയാണ് കേട്ടോ കൊടുക്കാൻ പോകുന്നത്. നല്ല, അതായത് ഇതുപോലത്തെ നല്ല വി അല്ല, കുറച്ച് ഷേപ്പുള്ള വി, ഇങ്ങനെ സ്ട്രൈറ്റ് വരുന്ന വി അല്ല. ഞാൻ ജസ്റ്റ് അതിനൊന്ന് ഇങ്ങനത്തെ ഒരു ഷേപ്പുള്ള ഒരു വി ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. ഇതുപോലത്തെ ഷേപ്പ് ഒന്നിങ്ങനെ വരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സിബ് വെക്കണം, അതിന് മുമ്പ് നമ്മൾ ഈ നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ടാണ് നമ്മൾ സിബ് വെക്കുന്നത്. നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷം നമുക്കിത് ഒന്ന് സെൻറ്ററിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് സിബ് വെക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് സെൻറ്ററിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്കിതാ ലൈനിങ് പീസും ഉണ്ട്. ലൈനിങ് പീസും ഒന്ന് നമുക്ക് സെൻറ്ററിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സിബ് വെക്കുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയുടെ ഇടയിൽ വന്നിട്ട് സിബ് വെക്കുന്ന കാണിക്കുന്നു. അത് ജസ്റ്റ് കമൻറ്റൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് സിബ് വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. സിബ് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഇൻവിസിബിൾ സിബ് ഇതുപോലെ ആയിരിക്കുമല്ലോ വരുന്നത്. ഇതുപോലെ വരുമ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ നമ്മുടെ നല്ല തുണി എടുക്കുക. നല്ല തുണി എടുത്ത് സിബ് ഇതുപോലെ ഒന്ന് പിടിക്കുക, കുറച്ചൊന്ന് ഓപ്പൺ ആക്കുക. അപ്പോൾ ഇതുപോലെ വരുന്ന സിബ് ഇതുപോലേക്കും ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് മറച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ ആക്കുമ്പോൾ ഇതുപോലെ വരും. അപ്പോൾ ഇങ്ങനെയുള്ള സിബിനെ ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഇപ്പുറത്തെ കൈക്കുഴിയുടെ ഭാഗത്തേക്ക് ഈ പല്ല് വരുന്ന രീതിക്ക് വെച്ചിട്ട് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് ഈ സൈഡിലേക്ക് കൂടി, അതായത് ഫിറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് സൈഡിലേക്ക് കൂടി. അപ്പോൾ ഈ ഒരു ഗമ്മ് ഉണ്ടാവും. ഗമ്മ് നമുക്ക് കുറച്ച് മുകളിലോട്ടാക്കി വെച്ചാൽ പ്രശ്നമില്ല. അപ്പോൾ കറക്റ്റ് സിബ് നമുക്ക്, അതായത് ഇവിടുന്ന് തന്നെ സിബ് കിട്ടും. അല്ലാണ്ട് ഗമ്മ് കുറച്ച് താഴത്തേക്ക് ഇറക്കി വെച്ചാൽ ഗമ്മിൻ്റെ അടുത്തം വരെ നമുക്ക് സിബ് ഇടാൻ പറ്റും, പിന്നെ നമുക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഗമ്മ് നമ്മുടെ ഇവിടെ അറ്റത്ത് വരുന്ന രീതിക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ട് ആ സൈഡിലേക്ക് കൂടി ഒന്ന് നമുക്കൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ സൈഡിലേക്ക് കൂടി അടിച്ചെടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ ജസ്റ്റ് അവിടെ ഒന്ന് ഫിറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സൈഡിലേക്ക് കൂടി അടിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഫൂട്ട് ചേഞ്ച് ചെയ്യാം. ഞാൻ നേരത്തെ വർക്കിൻ്റെത് അടിക്കുന്ന സമയത്ത് ഒരു സിംഗിൾ ഫൂട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ഫൂട്ട് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കിത് ചെയ്യാം. അല്ലെങ്കിൽ സാധാരണ ഈ ഫൂട്ട് ഇട്ടിട്ട് ചെയ്താലും മതി. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ ഈ സിബ് ഇങ്ങോട്ടൊന്നും നിവർത്തി കൊടുക്കണം. നിവർത്തി കൊടുത്തിട്ട് ആ സിബിൻ്റെ കൂടെ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. സിബിന് കൊണ്ടില്ല എന്ന രീതിക്ക് വരുന്നില്ലേ, അതുപോലെ സിബിൻ്റെ അടുത്ത് വേണം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കുറച്ച് പതിയെ ആദ്യം ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, സിബിലേക്കൊക്കെ സ്റ്റിച്ച് കയറിയിട്ടൊക്കെ പോവും. അത് ഫസ്റ്റ് ചെയ്യുമ്പോൾ എനിക്കും അതുപോലെ തന്നെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ചെയ്താവുമ്പോൾ നമുക്കത് കുറച്ച് പ്രാക്ടീസ് ആയിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇതാ പതിയെ ടൈം എടുത്തിട്ട് നമുക്കിതിൻ്റെ അറ്റത്തെ കൂടി സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കാം. ഞാൻ സാധാരണ എല്ലാത്തിനും 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കലുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ആയിരിക്കും കിട്ടുന്നത് കേട്ടോ. 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അതുപോലെ ഈ ഓപ്പോസിറ്റ് വരുന്ന ഭാഗം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ ഇതുപോലെ ഇങ്ങനെ വരും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ക്ലോസ് ആയിട്ടായിരിക്കും ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ കുറച്ചിങ്ങനെ നിവർത്തിയിട്ട് ഇതിൻ്റെ ഈ ഒരു പല്ല് ഇങ്ങനെ തിരിച്ചു കൊടുക്കാം. കണ്ടില്ല, ഇതുപോലെ ഇങ്ങനെ തിരിച്ചു കൊടുക്കാം. ഇങ്ങനെ തിരിച്ചു കൊടുത്തിട്ട് ഈ ഗമ്മുള്ള ഭാഗം ഇങ്ങനെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ആദ്യം ഒന്ന് 2 കൂടി ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് സിബിൻ്റെ അറ്റത്ത് ഇത് വിടർത്തി കൊടുത്തിട്ട് നമുക്ക് സിബിൻ്റെ അറ്റത്തെ കൂട്ടിയിട്ട് ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ സിബ് ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. ഇനി നമുക്ക് ലൈനിങ് വെച്ച് കൊടുക്കാം. നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കുമ്പോൾ ആദ്യം ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇവിടുന്നേ അടിച്ചെടുക്കണം. ഇവിടുന്നേ ഇങ്ങനെ അടിച്ചെടുത്തിട്ട് ഇങ്ങനെ താഴത്തേക്ക് സിബിൻ്റെ അറ്റത്ത്, ഇവിടെ സിബ് നമുക്ക് മനസ്സിലാവുമല്ലോ അടിക്കുമ്പോൾ, സിബിൻ്റെ അറ്റത്തേ കൂടി തന്നെ നമുക്കൊന്ന് അടിച്ചെടുക്കാനുണ്ട്.
സിബും കൂടി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്കിതാ ഇതുപോലെ തുച്ചോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കവറായിട്ട് പോകട്ടോ. അപ്പോൾ നമുക്കിതാ ഇതുപോലെ ആയിരിക്കും സിബ് കിട്ടുന്നത്. ഇതിവിടെ തുച്ചോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല, എല്ലാം അതിൻ്റെ ഉള്ളിൽ കവറായിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സിബിൻ്റെ ഇത് ചെയ്തതിന് ശേഷം നമുക്ക് കൈക്കുഴി ഒന്ന് ജോയിൻ ചെയ്യട്ടെ. ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ഇട്ടിട്ട് രണ്ട് വേലിങ്ങും നല്ല പീസും ഒന്ന് ടച്ചാക്കി കൊടുക്കണം. ഇതേപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് ഭാഗവും ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇവിടെ ഷോൾഡർ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് നല്ല വശത്തെ കൂടി അടിച്ചിട്ടിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടിക്കുമ്പോൾ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ടത്തെ നല്ല വശത്തോട് ബാക്കിൻ്റെ നല്ല വശം ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ആ ഒരു ഷോൾഡറിൻ്റെ ഉള്ളിലേ കൂടി കൈയിൻ്റെ ഉള്ളിലേ കൂടി ഈ ഒരു കൈ ഇങ്ങനെ എടുത്തിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ എടുക്കുക. ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതുപോലെ ഓപ്പോസിറ്റ് ഭാഗത്തും 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇത് കറക്റ്റ് നമുക്ക് എടുക്കുമ്പോൾ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഇങ്ങനെ വെക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട്, അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ ലൈനിങ് താണു പോകും, അല്ലെങ്കിൽ നല്ല തുണി താണു പോകും, അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു സ്റ്റിച്ച് കൊടുത്താൽ ആ 2 തുണി നല്ല കറക്റ്റായിട്ട് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഒരു സ്റ്റിച്ച് കൊടുത്തത്. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് 2 സ്റ്റിച്ച് ഇട്ടെടുക്കാം. ഞാൻ എന്താ ഷോൾഡറൊക്കെ ജോയിൻ ചെയ്തു. അതിന് ശേഷം ഈ ലൈനിങ്ങും നല്ല തുണിയും തമ്മിൽ ഫുള്ളായിട്ട് ഒന്ന് ടച്ചാക്കി കൊടുത്തു. അതായത് ഈ ഒരു സൈഡ് താഴ്ത്ത് ഈ ഒരു സൈഡ് അങ്ങനെ ടച്ചാക്കി കൊടുത്തു. അതുപോലെ തന്നെ ബാക്ക് വശവും ടച്ചാക്കി കൊടുത്തു. ഇനി നമ്മൾ എന്താണ് വേണ്ടത് വെച്ചാൽ നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാം. എത്രയാണോ നമ്മൾ നേരത്തെ മെഷർമെൻറ്റും കാര്യങ്ങളും എടുത്തില്ല അതൊക്കെ മാർക്ക് ചെയ്തിട്ട് സൈഡ് 2 ജോയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ 2 സൈഡിലും വള്ളിയും കൂടി വെച്ച് കൊടുക്കാം. ആ സൈഡൊക്കെ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് താഴ്വശത്തേക്കുള്ളത് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ മെറ്റീരിയൽ ഇപ്പോൾ ഇതാ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. 2ആയിട്ട് മടക്കി ഇതുപോലെ ഇങ്ങനെ സ്ക്വയറിൽ ഈ 2 സൈഡ് ക്ലോസിങ് അപ്പുറ സൈഡിലുള്ള ഓപ്പണിംഗ് വരുന്നത് അതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ടുള്ള. പിന്നെ അമ്പറിലൊക്കെ മടക്കുന്ന രീതിക്ക് ക്രോസിലല്ല മടക്കിയത്, നമ്മൾ നീളത്തിൽ ഇങ്ങനെ മടക്കിയിട്ട് അങ്ങോട്ട് വീതിക്ക് അങ്ങനെ മടക്കി കൊടുത്തതാണ് കേട്ടോ. നമ്മുടെ അരവണ്ണം അല്ല കേട്ടോ, മറ്റേ വേസ്റ്റിൻ്റെ അവിടെ എത്രയാണ് നേരത്തെ താഴ്വശത്തെടുത്ത് ആ ഒരു അളവ് നമുക്ക് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യണം. ലെങ്ത്ത് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇത് കിട്ടുന്നത് 17 കണക്ക് കിട്ടുന്നത്, അത് മൊത്തത്തിൽ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. 17 അത്രേ വേണ്ടു ഫ്രോക്കിന്. ഒരു 17 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മുകൾ വശത്ത് ഇങ്ങനെ ഇതുപോലെ വെച്ച് കൊടുക്കാം. മുകൾ വശത്ത് നിന്ന് ഈ താഴത്തേക്ക് എത്രയുണ്ട് നോക്കാം. ഏകദേശം 21.2 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിതിങ്ങനെ നീക്കി ആ ഒരു 21.2 എന്നുള്ള അളവ് നമുക്കിങ്ങനെ ഫുള്ളായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇത്രയും വിരിവ് കിട്ടുന്നുണ്ട് എങ്ങനെ എടുക്കുന്ന സമയത്ത്. ഇത് 2 പീസായിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ 2 സൈഡും ഒന്ന് നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം അടിവശം മടക്കി അടിക്കുക. അടിവശം മടക്കി അടിക്കുന്ന സമയത്ത് ആദ്യം ഒരു മടക്കിയിട്ട് അടിക്കുക, പിന്നെ രണ്ടാമത് കാണിച്ചു തരാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മൾ 2 സൈഡ് നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി അടിവശം മടക്കി അടിക്കാം. അടിവശം മടക്കി അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഈ ഒരു അറ്റത്തെ വേണം കൊടുക്കാം. കുറച്ച് മടക്കിയാൽ മതി, ഒരു പാട് മടക്കണ്ട. ഒരു കുറച്ച് മടക്കിയിട്ട് നമ്മൾ ഈ മടക്ക് വരുന്ന ഭാഗമുണ്ട്, ആ മടക്ക് വരുന്ന ഭാഗത്തേ കൂടി വേണം സ്റ്റിച്ച് വരാൻ വേണ്ടിയിട്ട്. ചെറുങ്ങനെ മടക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ചുളിവും കാര്യങ്ങളൊക്കെ വരും. ഈ അമ്പർലക്കൊക്കെ നമ്മളിങ്ങനെ മടക്കി 2 മടക്കൊക്കെ മടക്കിയിരിക്കും ചുളിവും കാര്യങ്ങളൊക്കെ വരലുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് മടക്കിയിട്ട് ഈ അറ്റത്തെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ അറ്റത്തെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ രണ്ടാമത് ആദ്യം ഇങ്ങനെ മടക്കുന്ന സമയത്ത് ചുളിവോ കാര്യങ്ങളൊന്നും വരില്ല. ഇത് ഫുള്ളായിട്ട് അടിച്ചെടുക്കാം. എന്നിട്ട് രണ്ടാമത് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഈ സ്റ്റിച്ച് വരുന്നില്ല, നമ്മൾ ആദ്യം ചെയ്ത് സ്റ്റിച്ച് വരുന്നില്ല, ആ സ്റ്റിച്ചിൻ്റെ മുകളിലേ കൂടി വേണം നമ്മൾ രണ്ടാമത് അടിച്ചെടുക്കാൻ വേണ്ടി. അപ്പം നമുക്ക് നല്ല ഫിനിഷിങ് തന്നെ കിട്ടുന്നതായിരിക്കും.
ഞാൻ ഇവിടെ താഴ്വശത്തേക്കുള്ള ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കുന്നുണ്ട്, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇവിടെ നെറ്റ് ഞാനിപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ വേസ്റ്റ് അളവ് വരുന്നില്ലേ, ഈ ടോപ്പിൻ്റെ ഈ വേസ്റ്റ് അളവ് വരുന്നില്ലേ, ആ ഒരു അളവിൽ വേണം നമ്മൾ ഈ റൗണ്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം നെറ്റ് ഞാൻ ചെറുതായിട്ട് ഫ്രില്ലെടുത്ത് റൗണ്ടായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് സൈഡൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തും. അതുപോലെ തന്നെ സാറ്റിൻ്റെ ലൈനിങ്ങും സൈഡൊക്കെ ജോയിൻ ചെയ്തിട്ട് റൗണ്ടായിട്ടൊന്ന് ജോയിൻ ചെയ്തും. അതിൻ്റെ അടിയിൽ ഞാൻ കോട്ടൻ്റെ ലൈനിങ്ങിൽ ഒരു 2.5 ഇഞ്ച് വിട്ടിച്ച് ഇതേപോലെ ഷിഫ്റ്റ് നെറ്റ് ഇങ്ങനെ ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഒന്നിച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് രണ്ടും തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇത് ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭാഗമൊക്കെ ഉള്ളിലാന്നുള്ളത്, അപ്പോൾ അതിനോട് ഈ നല്ല ഭാഗം, ഇതിൻ്റെ നല്ല ഭാഗം ഇതുപോലെ ഇങ്ങനെ ഉള്ളിലോട്ടൊന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഉള്ളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ നല്ല ഭാഗം ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്കിതിലേ കൂടി ഒന്ന് ഫുൾ റൗണ്ടായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. 2 സ്റ്റിച്ച് വീതം എടുക്കണം കേട്ടോ. ഇങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ പുതിയ വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. താങ്ക്